Hi friends, welcome back and Merry Christmas. Christmas vacation ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും. എനിക്കിവിടെ ക്രിസ്മസ് വെക്കേഷൻ പോയിട്ട് ക്രിസ്മസിൻ്റെ അന്ന് പോലും അവധിയില്ല. അവധിയില്ലെങ്കിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രിസ്മസ് ഡെക്കറേഷനും ഒന്നും ഒരു കുറവും ഇവിടെയില്ല. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയ പിന്നെ ടൈപ്പേ സിറ്റിയിലെ മിക്ക സ്ട്രീറ്റുകളും ക്രിസ്മസ് ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. എല്ലാ വർഷവും ന്യൂ ടൈപ്പേ സിറ്റി കണ്ടുപിടി ഒരുക്കുന്ന ക്രിസ്മസ് ലാൻഡിലേക്കാണ് ഇന്നത്തെ യാത്ര. Merry Christmas! Merry Christmas! എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ട്. അവളോട് ചോദിക്കാം ജർമ്മനിയിൽ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. Senia, how you celebrate Christmas in Germany? Okay, so we eat a lot. My family is not religious, but some people go to church at midnight on the 24th, and then basically we just eat for 3 days. How about the Cologne Christmas market? Oh, that's before Christmas, and basically every day after work you go there and you drink a lot of hot red wine and eat a lot of Christmas food and spend too much money on little souvenirs that you don't need, but they're kind of pretty. So you give gifts to friends? Yes, to friends at work and to all your friends and your family, and it's really stressful. ഇന്ന് എൻ്റെ കൂടെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ കൂടെ ഉണ്ട്, കോഴിക്കോടുകാരനായ നസീം. തായ്വാനിൽ 2 ആഴ്ച ഉള്ളത്. തായ്വാനിലേക്ക് വരാൻ ഷെങ്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ കൊറിയൻ വിസ ഉള്ള ഒരാൾക്ക്
തായ്വാനിൽ വേറെ വിസ ഒന്നും ഇല്ലാണ്ട് ഇവിടെ വരാൻ പറ്റും. അതിന് കോഴ്സൊന്നുമില്ല. പക്ഷെ 2 ആഴ്ചയാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. പക്ഷെ വേണമെങ്കിൽ ഒരാഴ്ചക്കകം വന്നിട്ട് ഒരാഴ്ചക്കകം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു പിന്നെ പറഞ്ഞു. തായ്വാൻ തന്നെ എവിടത്തേക്കാ? തായ്വാനിൽ നിന്ന് തിരിച്ചു പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. കാരണം അത് തായ്ലാൻഡ് മുന്നേ പോയതാണ്. പക്ഷെ ഇവിടുന്ന് ചീപ്പായിട്ട് ഫ്ലൈറ്റ് അങ്ങോട്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ തായ്ലാൻഡില് നോർത്തേൺ പാർട്ടിലേക്ക് പോകണം. കഴിഞ്ഞ വർഷം സൗത്തിൽ പോയതാണ്. ഞാൻ വിയറ്റ്നാമിൽ നിന്നാണ് തായ്വാനിലേക്ക് വരുന്നത്. വിയറ്റ്നാമിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പിന്നെ തായ്ലാൻഡിലേക്ക് ഇന്ത്യൻസിന് ഏപ്രിൽ 2020 വരെ വിസ വേണ്ട, ഇതിന് ഫ്യൂ ഇല്ല. അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ തായ്ലാൻഡിൽ പോകേണ്ടവരൊക്കെ ഇപ്പൊ പോയ വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. എവിടെയാണ് താമസമൊക്കെ? ഓക്കെ, ഞാനിവിടെ 2 ആഴ്ചയാണുള്ളത്. ഞാൻ താമസിക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ്. ഇവിടെ സിറ്റി തന്നെ ഒരു ഹോസ്റ്റലിലാണ്. അപ്പൊ അത് എങ്ങനെയാ വെച്ചാൽ ചില ഹോസ്റ്റലിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കൊടുത്താൽ അവർ ഫ്രീ ആയിട്ട് അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യും. അത് എത്ര ഹവേഴ്സ് പെർ ഡേ എന്നുള്ളത് ഹോസ്റ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കൊറിയയിൽ ഇതേ സംഭവം ചെയ്തിട്ടുള്ളത്. അവിടെ 3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ തായ്പേയിൽ 5 മണിക്കൂറാണ് പെർ ഡേ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് അവർ പകരമായിട്ട് ഫ്രീ ആയിട്ട് ഒരു ബെഡും തരും അവരെ ഹോസ്റ്റലിൽ തന്നെ. പിന്നെ മീൽസ് തരും. അത് ചില സ്ഥലങ്ങളിൽ 3 നേരത്തെ മീൽസ് ഉണ്ടായിരിക്കും, ചില സ്ഥലത്ത് 1 നേരത്തെ മീൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഞാനിപ്പോ തായ്പേത്തെ ഈ ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അവര് 4 ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ. ഞാനിപ്പം നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. രാത്രി 9:30 മുതൽ പുലർച്ചെ 2:30 വരെയാണ് ഇപ്പോഴത്തെ വർക്കിംഗ് അവേഴ്സ് ഉള്ളത്. ഹോസ്റ്റൽ എല്ലാ ദിവസവും ജോലി ചെയ്യണോ അല്ലെങ്കിൽ ലീവ് ഒക്കെ തരും ഇടയ്ക്ക്? അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ ഉള്ള ഈ ഹോസ്റ്റലിൽ അവരെ റൂള് വരുന്നത് പെർ വീക്ക് 1 ദിവസം ലീവ് ഉണ്ടായിരിക്കുള്ളൂ. 2 ആഴ്ച അധികം ഞങ്ങളിവിടെ വർക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പെർ വീക്ക് 2 ലീവ് ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ഇതൊക്കെ വർക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാൻ അതിൻ്റെതായ വെബ്സൈറ്റുകളുണ്ട്. അതായത് ഞാനിപ്പോൾ നാട്ടിൽ എനിക്ക് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഇങ്ങനെ വർക്കേഴ്സിന്റെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സംഭവം ഇതിൽ ലിസ്റ്റ് ചെയ്യാം. നമ്മൾ OLXലൊക്കെ മൊബൈൽ വെക്കുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യലോ. അതേപോലെ അങ്ങനെ വെബ്സൈറ്റിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ളത് ഒന്ന് worldpackers.com ആണ്, പിന്നെ workaway.com. ഈ 2 വെബ്സൈറ്റാണുള്ളത്. ഇതിൽ 2ലും ലിസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ തായ്പയാണെങ്കിൽ തായ്പ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇവിടുത്തെ ഏതൊക്കെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും workaway.com എന്നുള്ള ഈ വെബ്സൈറ്റിൽ അതിലൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ അവരെ മെമ്പർഷിപ്പ് എടുക്കണം. അത് $50 സംതിങ് പെർ ഇയർ ചെലവ് വരുന്നുണ്ട്. $50 $3,600 രൂപ സംതിങ് വരും. അപ്പൊ അത് എടുക്കുന്നതുകൊണ്ട് വലിയൊരു കാര്യമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ആ പൈസക്കാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാം. പക്ഷെ ഇതിനൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഈ ഹോസ്റ്റലുകാർ അവരുടെ ഫോട്ടോസ് ഇടും. ഈ ലിസ്റ്റിങ്ങിൽ അവരുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കും. ഒന്ന് ഈ ഫോട്ടോസ് ചെക്ക് ചെയ്തിട്ട് അതിൽ ഹോസ്റ്റലിന്റെ പേര് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്നത് മിയാൻഡർ ഹോസ്റ്റലാണ്. അപ്പൊ അതിലെന്തായാലും റിസപ്ഷന്റെ ഫോട്ടോയിൽ അവരെ പേരുണ്ട്. അപ്പൊ അത് ഗൂഗിൾ ചെയ്താൽ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ്, വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും കിട്ടും. എന്നിട്ട് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒന്നാമത്തെ വേ ആണ്. ഇനി ഹോസ്റ്റലിന്റെ പേര് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹോസ്റ്റൽ ആണെങ്കിൽ ഈ ഹോസ്റ്റലിൽ മിക്കവാറും അവരെ ബെഡിന്റെ ഫോട്ടോസ് ഒക്കെ ബുക്കിംഗ് കൊടുക്കും. അക്കോട് അങ്ങനത്തെ വെബ്സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യും. നെറ്റിൽ വേറെ വെബ്സൈറ്റിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ ഗൂഗിൾ ഇമേജസിൽ ഫോട്ടോ വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോ വെച്ച് ഒന്നുകിൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ URL പേസ്റ്റ് ചെയ്താൽ ഈ ഫോട്ടോ നെറ്റിലുള്ള വേറെയുള്ള സ്ഥലങ്ങൾ കാണിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഹോട്ടൽ ബുക്കിംഗ് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും ഇതിന്റെ പേര്. അങ്ങനെ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഒരാഴ്ച ചെയ്തിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഷിഫ്റ്റ് ആണ്. അതിൽ ചെയ്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇപ്പൊ ചെയ്യുന്ന നൈറ്റിൽ ഡോർ ലോക്ക് ചെയ്യുക, പിന്നെ ചെറിയ ക്ലീനിങ്, വാക്യൂം, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ്.
തായ്വാനിലെ ഭക്ഷണം യാത്രയൊക്കെ എങ്ങനെ? തായ്വാനിൽ ഫുഡ് അത്യാവശ്യം തായ്വാൻ കൺട്രിയെ എക്സ്പെൻസീവ് ആണ് അറിയാലോ നാട്ടിലുള്ള ഒരാൾക്ക്. അപ്പൊ ഫുഡ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ചുകൂടി ചീപ്പായിട്ടുള്ളത് ഒന്ന് കൺവീനിയൻസ് സ്റ്റോറാണ്. നാട്ടിൽ അങ്ങനെ സംഭവം ഇതുവരെ വന്ന് തുടങ്ങിയിട്ടില്ല. 7-Eleven, ഹൈ ലൈഫ് ഫാമിലി മാർട്ട് പോലുള്ള സ്റ്റോറിൽ. അപ്പൊ അത് ഏകദേശം ഒരു $70-80 പെർ മീല് കോസ്റ്റ് വരാം. ഞാൻ ആദ്യം കഥ കഴിച്ചിരുന്നത്, പിന്നെ അങ്ങനെ അന്വേഷിച്ച് പറയാൻ പറ്റിയത് ലഞ്ച് ബോക്സ് തന്നെ ഷോപ്പുകളുണ്ട്. സാധാരണ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സിനുള്ള. അപ്പോൾ അതാകുമ്പം നിങ്ങളുടെ സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എനിക്കിപ്പം ഏകദേശം $70 ആയിട്ടാണ് പെർ മീല് കിട്ടുന്നത്. $70 നാട്ടിലെ 160 രൂപ സംതിങ് ആയിട്ട് വരും. എക്സ്പെൻസീവ് ആണ്, ആരും ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് അതാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടും, ചിക്കനും വെജിറ്റബിൾസൊക്കെ ആയിട്ട് അങ്ങനെ സംഭവം കിട്ടും. പിന്നെ യാത്രക്ക് തായ്പേയ് സിറ്റിയിലുള്ള യാത്രക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ MRT സിസ്റ്റം തന്നെയാണ്, സബ്വേ, മെട്രോ. അതിന് ഈസി കാർഡ് എന്നൊരു കാർഡുണ്ട്. അത് വാങ്ങണമെങ്കിൽ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഓരോ പ്രാവശ്യം അങ്ങനെ ക്യൂന്ന് ടിക്കറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, മെഷീനാണ്. എന്നാലും അങ്ങനെ മെഷീനിൽ ഓരോ ഇൻഡിവിജ്വൽ സിംഗിൾ ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതല്ലാതെ വേറെ സിറ്റിയിലേക്ക് പോകാൻ തോന്നാവുന്ന ചെറിയ കൺട്രിയാണ്. അങ്ങനെ കേരളത്തിന്റെ സൈസ് ഇല്ലല്ലോ. കേരളത്തിന് വേറെ സിറ്റിയിലേക്ക് പോകാനും ഈസി കാർഡ് വെച്ചിട്ട് ട്രെയിനിൽ പോകാം. TRA ടൈവാൻ ട്രെയിനിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിയപ്പോൾ ചീപ്പായിട്ടുള്ള ടിക്കറ്റ് കിട്ടുന്നുണ്ട്. ബുക്കിംഗ് എളുപ്പമാണ്. നാട്ടിലെ IRCTC പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. അത് ഇങ്ങനെ 2-3 ക്ലിക്ക് കൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ആവും. പിന്നെ അന്ന് രാത്രി 12 മണി വരെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ് ബുക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ പറയാൻ വന്നത് അതെ, റിസർവേഷൻ ടിക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ ബുക്ക് ചെയ്യണം. ഈസി കാർഡ് വെച്ച് പോകുമ്പോൾ റിസർവേഷൻ കിട്ടില്ല. ഓക്കെ. ഇപ്പൊ ഓലിയ എന്ന് പറഞ്ഞ തൊറോക്കു നാഷണൽ പാർക്ക് ഉണ്ട്. ഇവിടുന്ന് 170 കിലോമീറ്റർ സംതിങ് ആയിട്ടുള്ളത്. അത് $240 ആണ് ആയത്. അതായത് നാട്ടിലെ ഏകദേശം എത്ര വരും? 500 കൂടുതൽ, 600. പക്ഷെ അത് ഞാൻ നോക്കിയപ്പോ നാട്ടിൽ നിന്ന് ഇപ്പം കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഒരു ചെയർക്കാറിൽ പോകണമെങ്കിൽ ഏകദേശം ആ ഒരു കോസ്റ്റ് വരില്ലേ. അത് ഞാൻ പറഞ്ഞത് ഇത് ചൂക്ക് വാങ്ങുന്നതായിട്ടുള്ള കാറ്റഗറിയിലെ ട്രെയിനാണ്. അത് സ്ലോ ട്രെയിൻ ആണ്. അല്ലാണ്ട് 1-2 മണിക്കൂർ ട്രെയിൻ ഉണ്ട്, അതിന് റേറ്റ് കൂടും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, പക്ഷെ അതിന് ടിക്കറ്റ് കിട്ടാനും മടിയാണ്. അത് റേറ്റ് കൂടുതലായിരിക്കും. $450 ഞാൻ പോയ യാത്രക്ക് ടിക്കറ്റ് വരുന്നുണ്ട്. സിറ്റിയിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പിന്നെ ഞാനിവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. എങ്ങനെ കൾച്ചറൽ ഷോക്ക് ഉണ്ടായി ഇവിടെ വന്നപ്പോ ഇന്നാട്ടിന്ന്? ഇവിടുന്ന് അങ്ങനെ നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസസ് തോന്നുന്നു. ഒന്ന്, ആൾക്കാരെല്ലാം സൂപ്പർ കൂളാണ്. നാട്ടിലെ ചിലവർ പറയും സിറ്റി ലൈഫ് മടുത്തു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇത് വലിയൊരു സിറ്റി ആണെങ്കിലും നാട്ടിലെ ഒരു സിറ്റി എന്നുള്ള രീതിയിലുള്ള ഒച്ചപ്പാട്, ബഹളം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഇന്നലെ തന്നെ ഈ ഹോളിയാന്ന് തന്നെ വേറൊരു സിറ്റിയിലാണ് പോയിരുന്നത്. അപ്പൊ അവിടെ കണ്ടിരുന്ന കാര്യമാണ്, ഒരു ഷോപ്പിന്റെ പുറത്ത് ചെറിയൊരു പെട്ടിക്കട പോലെ സെറ്റപ്പാണ്. പക്ഷെ അവിടെ ഷോപ്പുകൾ ആരും ഇല്ല. സാധനം അവിടെ പഴം വെച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ബോക്സും ഉണ്ട്. അപ്പൊ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം എടുക്കാൻ റേറ്റ് ആ ബോക്സിൽ നേരെ ഇടാം. ഇതേ ഇങ്ങനെ ഷോപ്പിൽ ആളില്ലാതെ സാധനങ്ങൾ വിൽക്കുന്ന മുന്നേ കണ്ടിട്ടുള്ളത് നോർത്ത് ഈസ്റ്റിലാണ്, മേഘാലയയില്. അതും സിറ്റിയിലൊന്നല്ല, ഉള്ളോട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്കാൻഡിനേവിയയിൽ കണ്ടിട്ടില്ല. പക്ഷെ മേഘാലയയിലെ നോർത്ത് ഈസ്റ്റിലെ മേഘാലയയിലെ റിമോട്ട് വില്ലേജിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു ഗ്രാമീണ സംഭവങ്ങൾ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഈവൻ സിറ്റീസിൽ പോലും നടക്കുന്നത്. നാട്ടിലൊന്നും നമുക്ക് ഇത് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ സാധനം വെച്ചിട്ട് അതിന് പ്രൈസ് റേറ്റ് ആൾക്കാർ ഇട്ടോളുന്നില്ല. അതെ, പിന്നെ മെയിനായിട്ട് ഡിഫറൻസ് ഇത് സിറ്റി ആണെങ്കിൽ പോലും അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് ചില്ല് ഔട്ടാണ്. ഒന്നും അങ്ങനെ എന്താ
തിരക്കൂട്ടിയുള്ള ഒരു ലൈഫായിട്ട് തോന്നുന്നില്ല. നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് അതായിരിക്കും. പക്ഷെ എല്ലാം ഒന്ന് ഫ്രീ ആയിട്ടാണ്, എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾ ആണ്. പിന്നെ അത് പറഞ്ഞത് നമ്മളൊക്കെ പറയാനുള്ളത് ഫാമിലി. ഇപ്പൊ നീ ഒരു വഴി ചോദിച്ചാൽ ആൾക്കാർ നിന്നെ കൊണ്ട് അവിടെ അതെ അതെ ഇനിയിപ്പോ പേഴ്സോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വീണ് പോവാണെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള ചെയ്യും. അങ്ങനെ കള്ളത്തരങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഫോൺ ക്യാമറയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ മറന്നു വെച്ചിട്ടുണ്ട്. എപ്പോഴും തിരിച്ചിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ജോബ് ഉണ്ടോന്ന് അറിയില്ല. ഉള്ളതിൽ ഏറ്റവും എൻട്രി ലെവലായിട്ടുള്ള ഏറ്റവും ചെറിയ ജോബാണ്. പക്ഷെ അവർക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ശരിക്കും 3 രാത്രി ചെയ്യുന്നുള്ളൂ. പക്ഷെ അവർ ഇന്നലെ എനിക്ക് ഒരു അരമണിക്കൂറിട്ട് പറഞ്ഞത് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. എനിക്ക് പറഞ്ഞിരുന്ന സ്റ്റാഫ് 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതൊക്കെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അവര് അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂറോളം കണ്ടാണ് ഇങ്ങനൊരു സൗണ്ട് വന്നാൽ ഈ ബട്ടൺ പോയി നിൽക്കണം, അതിനുശേഷം സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ക്രിസ്മസ് ട്രീ കണ്ട് നമ്മളിപ്പോ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. നസീമിന് ഇന്ന് രാത്രി 9:30 ഡ്യൂട്ടി. അപ്പോ 9:30 മുന്നേ ഹോസ്റ്റലിൽ എത്തണം അല്ലെ? അതെ ഞാൻ നേരത്തെ പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റ് ആണ്. 9:30 രാത്രി 9:30 മുതൽ 2:30 ഷിഫ്റ്റ് ഉള്ളത്. ശരിക്കും അങ്ങനെ വലിയ വർക്ക് പെട്ടെന്ന് 2 മണിക്കൂറിന് തീരും. പക്ഷെ അവരവിടെ ഇരിക്കണം, ആള് അവിടെ ഉണ്ടായിരിക്കണം. ലേറ്റ് ആയിട്ട് ആരെയും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടാൻ പറഞ്ഞത്. അവർ ഡീറ്റെയിൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 9:30 ആകുമ്പോഴത്തേനും ലേറ്റ് ആയിട്ട് വരുന്നത് ശരിക്കും സീനാണ്. അവര് 9:30 എന്ന് പറഞ്ഞാൽ 9:30 അവരുടെ സമയമുള്ളത്. അങ്ങനെ ഒരു ജോബ് പോലും അവർ അതിൻ്റെതായ റെസ്പെക്ട് വരുന്നുണ്ട്. ഇവിടെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റുകളാണെങ്കിലും. നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ കുറെ ഹോട്ടലിനകത്ത് താമസിച്ചാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരും നാട്ടിൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. അവർ അങ്ങനെയാണ് എക്സസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടുത്തെ അതിന് അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അത് വലിയൊരു കൾച്ചറൽ ഷോക്കാണെന്ന് തന്നെ പറയാം. നമ്മളെ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറാണ്. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. ഇപ്പൊ മെട്രോയിൽ കയറി. അപ്പോ കൂടുതൽ താല്പര്യ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.